കഴിഞ്ഞ ദിവസമായിരുന്നു പൃഥ്വിരാജ് അഭിനയിച്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തരംഗമാക്കി മാറ്റിയ നോബഡി എന്ന സിനിമയിലെ ഒരു ഗാനം പുറത്തിറങ്ങിയത്. എന്നാൽ ഇന്നലെ ചിത്രമിറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷം ഈ ഗാനം ആരാണ് ആലപിച്ചതെന്നും അതുപോലെ പൃഥ്വിരാജിൻ്റെ മകളുടെ പുത്തൻ വിശേഷവും സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ വൈറലായി എന്ന് തന്നെ നമുക്ക് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഇത് ഏറ്റെടുക്കുന്നത്. പൃഥ്വിരാജിൻ്റെയും സുപ്രിയ മേനോൻ്റെയും മകൾ അലങ്കൃത മേനോൻ ആലപിച്ച പുതിയ പാട്ടിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അച്ഛൻ അഭിനയിച്ച അമ്മ നിർമ്മിച്ച ഐ നോബഡി എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അലി ഇപ്പോൾ ഇംഗ്ലീഷ് ഗാനം ആലപിച്ചുകൊണ്ട് എത്തുന്നത്. ഇപ്പോൾ ജേക്സ് ബിജോയാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകൻ. പാട്ടിൻ്റെ യൂട്യൂബ് വീഡിയോ അലി പാടിയതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംഗീത സംവിധായകൻ. മകളുടെ ചിത്രങ്ങൾ ആവശ്യമില്ലാതെ പുറത്തുവിടില്ല എന്ന് നിർബന്ധം പിടിച്ച മാതാപിതാക്കൾ അവളുടെ ചിത്രങ്ങൾ ഇനി പതിയെ പുറത്തുവിടാമെന്നും അവൾ ആ പ്രായത്തിലേക്ക് എത്തിയെന്നും അവൾക്ക് പക്വതയോടെ തന്നെ അവളുടെ കൈകാര്യങ്ങൾ ചെയ്യാനും ഇനിയുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ കാണാൻ സാധിക്കുമെന്നും പറയുന്നു. ഗാനം ആലപിച്ച് സിനിമയിലെത്തിയതോടെ തന്നെ ഇനി അവളുടെ ലൈഫ് അതിലേക്ക് മാറിക്കഴിഞ്ഞു. എന്നിവൾക്ക് ഇനി സ്വന്തമായി അത് വേണ്ട എന്ന് തോന്നുന്നു, അന്ന് അവൾക്കിത് നിർത്താം. ഇനി ഇത് പൃഥ്വിരാജ് പറയുകയും ചെയ്തിട്ടുണ്ട്. മകൾ ഇത്രയും നാളും ചെറുതായിരുന്നു, വളരെ കുട്ടിയാണ്. അവളുടെ ചിത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പാടി നടക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് മകളുടെ ചിത്രങ്ങളൊന്നും എടുത്തില്ല. ഇത്തവണ മകൾ പാടുന്ന പാട്ടനുസരിച്ച് തന്നെ അത് ഒരു വീഡിയോ ആക്കി പങ്കുവയ്ക്കുകയും ചെയ്തു. ആദ്യമായിട്ടാണ് അലങ്കൃത ഇത്രയും നേരം നമ്മൾ നേരെ കാണുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇവരത്തരത്തിൽ ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ലായിരുന്നു, വീഡിയോകളും പങ്കുവയ്ക്കാറില്ല. അലങ്കൃതയെക്കുറിച്ച് കൂടുതലും സംസാരിക്കാറുള്ളത് മല്ലിക സുകുമാരൻ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴതല്ല, എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് അലങ്കൃത എന്ന ആ പെൺകുട്ടി ഈ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ്. പൃഥ്വിരാജിൻ്റെ രണ്ടാമത്തെ എമ്പുരാൻ എന്ന സിനിമയിലൂടെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം അലങ്കൃത അതിൽ പാട്ട് പാടിയിട്ടുണ്ടെന്ന്. എന്നാൽ അതിനുശേഷം ഒരു മുഴുനീള പാട്ട് തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഐ നോബഡിയിലൂടെ എത്തിയിരിക്കുന്നത്. ജേക്സ് ബിജോയ് തന്നെയാണ് ഇപ്പോൾ അലങ്കൃതയെ ആ പാട്ട് പാടാനായി നിർദ്ദേശിച്ചത്. അലങ്കൃത എനിക്ക് നേരത്തെ അറിയാം, അവൾ പാടുമെന്നും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഈ പാട്ട് അലങ്കൃതയെ കൊണ്ട് പാടിപ്പിച്ചൂടാ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. പൃഥ്വിരാജും സുപ്രിയയും അതിന് ഓക്കെ ആയിരുന്നു. കുറച്ച് സമയമെടുത്തെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അവരാണല്ലോ കുട്ടിയുടെ അമ്മ, അവർക്ക് ചിന്തിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ണു നിറഞ്ഞാണ് പൃഥ്വിരാജ് ഇരിക്കുന്നത്. മകൾ റെക്കോർഡ് സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്നത് കാണാൻ തന്നെ ആവേശഭരിതരായി ഒരു സാധാരണ അച്ഛനെ പോലെ അവിടെ ഇരുന്നു. അത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ തോന്നി. എപ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പൃഥ്വിരാജ് ഒരു കാര്യം എടുത്തു പറയാറുണ്ട്, അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യവും അവളുടെ പേഴ്സണൽ ലൈഫും ഉണ്ടെന്ന്. ഗാനം, ഇതുപോലെ ബുക്കുകൾ, അങ്ങനെയുള്ള ജീവിതമാണ് അലങ്കൃതയ്ക്ക് കൂടുതലും താല്പര്യം. ഇത്രയും നാളും, അതായത് ഒരു 10-11 വയസ്സ് വരെയും അമ്മ അച്ഛൻ എന്നുള്ള രീതിയിൽ തന്നെ വളർന്നു. അധികം ഫെയിമൊന്നും അറിയാതെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാതെ വളർന്നു. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് വളർത്താനും തങ്ങളുടെ തീരുമാനമെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. എന്നാൽ പൃഥ്വിരാജിൻ്റെ മകളും ഇപ്പോൾ ആ വിശേഷം അറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പ്രേക്ഷകർ പറയുകയും മലയാള സിനിമയിലേക്ക് എന്നും ഇനി ഇതുപോലെ ഗാനങ്ങൾ ഫുള്ളായി പാടാൻ സാധിക്കട്ടെ എന്നുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു.